ചായ കുടിക്കാനായി അടുക്കളയിലെത്തുന്ന സച്ചി ചന്ദ്രമതിയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അമ്മയുടെ ആളാണെന്ന് പറഞ്ഞ് സച്ചിയോട് ദേഷ്യപ്പെടുന്ന രേവതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ശേഷം സച്ചിയോട് വേണമെങ്കിൽ തനിയെ ചായ ഇട്ട് കുടിച്ചോളാൻ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്നു. പിന്നീട് ചന്ദ്രമതിക്ക് തലവെക്കാൻ നാഴിയുമായി വരുന്ന രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു. ശേഷം ചന്ദ്രമതിക്ക് കൂട്ടിന് രേവതീനെ മുറിയിലാക്കി രവീന്ദ്രൻ സച്ചിക്കൊപ്പം കിടക്കാനായി പോകുന്നു. തുടർന്ന് ശ്രുതിയും രേവതിയും ചേർന്ന് ചന്ദ്രമതിയെ നാഴിയിൽ തലവെച്ച് കിടത്തുമ്പോൾ വർഷ ചന്ദ്രമതിനെ കളിയാക്കുന്നു. അതോടെ ചന്ദ്രമതിക്ക് വർഷയോട് ദേഷ്യം തോന്നുന്നു. പിന്നീട് ഡാൻസ് സ്കൂൾ തുടങ്ങാൻ അമ്മേനെ എരിവ് കയറ്റിയതിന് ശ്രുതിനെ വഴക്ക് പറയുമ്പോൾ ആൻറ്റിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം സച്ചിയും രേവതിയും ആണെന്ന് പറഞ്ഞ് ശ്രുതിയോട് ദേഷ്യപ്പെടുന്നു. ശേഷം ആൻറ്റി ഷോറൂമിലും പാർലറിലും വന്നിരുന്നാൽ ആകെ പ്രശ്നമാകുമെന്നും അതൊഴിവാക്കാനാണ് ഞാൻ അമ്മേനെ ഡാൻസ് സ്കൂൾ തുടങ്ങാൻ വിട്ടതെന്നും ശ്രുതിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നീട് കൂട്ടുകിടക്കാൻ വരുന്ന രേവതിനെ ചന്ദ്രമതി ഓടിച്ചുവിടാൻ ശ്രമിക്കുകയും എനിക്ക് കൂട്ടിന് ശ്രുതി മതിയെന്ന് പറഞ്ഞ് ശ്രുതിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. പിന്നീട് എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ശ്രുതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന ശ്രുതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും മുറിയിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.